നിങ്ങൾ ഈ ഒരു സിസ്റ്റം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഇത് ഗ്രോ ടവറാണ്. ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വന്ന് നിന്നിട്ട് ഒരു 2 ചീരയൊക്കെ പറിച്ചിട്ട് രാത്രിയിൽ പോയിട്ട് കറിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ. കസ്റ്റമർ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം അവിടെ കസ്റ്റമറിന് വിദേശത്ത് പോലും ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലെ ഫുൾ യൂണിറ്റ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഈ വീട്ടിലെ ഓണർ വിദേശത്താണെന്ന് ചെടികളുടെ ഈ കാണുന്ന ഗ്രോത്തും പച്ചപ്പും ഒക്കെ കണ്ടാൽ ആരെങ്കിലും പറയുമോ? എന്നാൽ സത്യം അതാണ്. മാസത്തിൽ 1-2 ദിവസമാണ് അദ്ദേഹം ഈ വീട്ടിൽ വരാറ്. ചെടികൾക്ക് നന കൊടുക്കുന്നതായാലും വളം കൊടുക്കുന്നതായാലും കൃത്യമായിട്ട് ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. പല വിധത്തിലുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് കൃഷിയിലേക്ക് വരാതിരിക്കുന്ന ഒരുപാട് പേർ കണ്ടുപഠിക്കേണ്ട ഒരാളാണ് ഈ വീടിൻ്റെ ഓണർ. ഇദ്ദേഹത്തിൻ്റെ ജോലി വിദേശത്താണെങ്കിൽ പോലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കൃഷി അതെല്ലാം കൃത്യമായിട്ട് ഇദ്ദേഹം നോക്കി കൊണ്ടുപോകാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ കുറച്ച് കൃഷിയും കൂടാതെ വിക്ക് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, അങ്ങനെ കൃഷിയിൽ വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അത് എല്ലാവരുടെ വീടുകളിലേക്കും ആ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമിനെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓർഗ ആയുർ എന്നാണ് ഈ ഒരു കമ്പനിയുടെ പേര്. ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കി റെഡിയാക്കി തന്നതിന് ശേഷം അങ്ങ് വിട്ടിട്ട് പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായ മെയിൻ്റനൻസ്, അതിൻ്റെ ഗൈഡൻസ് എല്ലാം തന്ന് ഈ ഓർഗ ആയുർ എന്ന ടീം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വീട്ടിലെ കുറച്ച് കൃഷിയൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ. ഈ വീടിനെ ഈ രീതിയിൽ നിലനിർത്തുന്ന ഓർഗ ആയുർ എന്ന് പറയുന്ന ആ ഒരു ടീമിനെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഓർഗ ആയുർ എന്താണ്, ഈ കമ്പനി എന്തൊക്കെ കാര്യമാണ് ചെയ്യുന്നത്, അതെല്ലാം ഒന്ന് പറയാമോ? എൻ്റെ പേര് ഗോകുൽ എന്നാണ്. എൻ്റെ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗ ആയുർ പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ അഗ്രികൾച്ചർ സംബന്ധമായ എല്ലാ ടെക്നോളജികളും ഇപ്പോഴത്തെ ഏത് രീതിയിലുള്ളതായാലും അത് ഇൻഡോർ ആവാം, ഔട്ട്ഡോർ ആവാം, പുതിയ ടെക്നോളജികൾ, അത് ഫെർട്ടിഗേഷൻ, എന്ത് രീതിയിലുള്ളതായാലും നമ്മളത് ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ നമ്മൾ ചെയ്യുന്ന എന്തെല്ലാമാണ് സർവീസുകൾ എന്നുള്ളതെന്ന് പറഞ്ഞാൽ അക്വാപോണിക്സ്, ഹൈഡ്രോപോണിക്സ്, വിക്രിയേഷൻ, ഡ്രിപ്പ്, ഓട്ടോമിഷൻ, പോളി ഹൗസ്, അതിൽ മഷ്റൂം ഫാമിങ്, അങ്ങനെ അഗ്രി സംബന്ധമായ എന്തും, അതേ കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്, ഓഫ്ലൈൻ കൺസൾട്ടേഷൻ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റിൽ കാര്യങ്ങൾ മേടിക്കാനാണെങ്കിൽ നമുക്ക് ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിലും iOS-ലും അവൈലബിൾ ആണ്. നമുക്ക് ആപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ സർവീസുകൾ ചെയ്യാം. ഓൾ ഓവർ കേരളയാണ് നമുക്ക് സർവീസ് വരുന്നത്. എത്ര വർഷമായി കമ്പനി വന്നിട്ട്? ഞങ്ങൾക്ക് കമ്പനി വന്നിട്ട് 5 വർഷമാണ്. ഇപ്പം കമ്പനി രജിസ്റ്റർ ആയിട്ട് 5 വർഷമായി. ഓക്കെ. ഒരുപാട് ടീമുകളുണ്ട് ഇതുപോലെ വിക്ക് ഇറിഗേഷനും ഡ്രിപ്പ് ഇറിഗേഷൻ എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്. പക്ഷേ എന്നാലും ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു മെയിൻ്റനൻസും ഗൈഡൻസും കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക്. അപ്പോൾ ഞങ്ങൾ അവരുടെ വർക്കുകൾ വന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇത് കൊടുക്കുന്നത്, കൃത്യമായ മെയിൻ്റനൻസ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഞങ്ങൾക്ക് കൃത്യമായിട്ട് അത് ഏത് ചെയ്താലും, ഏത് കൃഷി, അത് ഫ്രൂട്ട് ആവാം, വെജിറ്റബിൾ ആവാം, ഇൻഡോർ അല്ലെങ്കിൽ ഹൈഡ്രോപോണിക്സ്, ഏത് ചെയ്താലും അത് ഞങ്ങളുടെ തന്നെ ഒരു റിസർച്ച് ഉണ്ട് അതിനകത്ത്. അതിനെ ബേസ് ചെയ്ത് അതിനകത്ത് എന്തെല്ലാം വരും, എന്തെല്ലാം കംപ്ലയിൻസ്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് അതിനെ എങ്ങനെ പരിചരിക്കണം എന്നുള്ളതിന് കൃത്യമായ ഒരു ഫോളോ അപ്പ് നമ്മുടെ അഗ്രി കൺസൾട്ടൻറ്റ്, ഞങ്ങൾക്കൊരു ടീമുണ്ട്, അഗ്രി കൺസൾട്ടൻറ്റിൻ്റെ ഒരു ടീമുണ്ട്. ആ ടീമായിരിക്കും ഇത് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഞങ്ങളുടെ ആപ്പ് മുഖേന ഇതിനകത്ത് കൃത്യമായ നോട്ടിഫിക്കേഷൻ, ഏതാണ് പാക്കേജ് അല്ലെങ്കിൽ ഏതാണ് ചെയ്യുന്നത്, അതിനനുസരിച്ച് ഞങ്ങൾ ഫോളോ അപ്പ് എല്ലാം ആപ്പ് മുഖേനയും അല്ലാതെ ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് നമ്മളെ നേരിട്ട് കോൺടാക്ട് ചെയ്യാനും സാധിക്കും. സൗകര്യമുണ്ടല്ലേ? നല്ല സൗകര്യമുണ്ട്. നമ്മളൊന്ന് കാണാൻ പോകുന്ന ഈ ഒരു വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, ഓർഗ ആയുർ ചെയ്ത് കൊടുത്തത്? ഞങ്ങൾ ഫസ്റ്റിൽ സോണി സാർ കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. കോൺടാക്ട് ചെയ്തിട്ട് സാറിന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, വീട്ടിൽ ഫ്രൂട്ട് പ്ലാന്റ് വേണം, അതുപോലെ വെജിറ്റബിൾസ്, കുറച്ച് കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അപ്പം ഞങ്ങളടുത്ത് കൺസൾട്ടിംഗ് ആണ് ആദ്യമേ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഞങ്ങളെ കൺസൾട്ടിങ്, ഓഫ്ലൈൻ കൺസൾട്ടിങ് ബുക്ക് ചെയ്തു. അങ്ങനെ അത് പോകാനും കൺസൾട്ടിങ്ങിന് വന്നിട്ട് സാറിൻ്റെ സൈറ്റ് ആദ്യം കാണുകയാണ് ചെയ്തത്. അപ്പം സാറിന് കുറച്ച് ഗാർഡന് കാര്യങ്ങൾ, അതിൽ വരുന്ന കുറേ കാര്യങ്ങളാണ് സാർ ഫസ്റ്റിൽ ഞങ്ങളോട് പറഞ്ഞത്. അതുകൂടാതെ സാറിന് ടെറസിലായിട്ട് ഒരു അക്വാപോണിക്സ്, ഒരു മീനും കാര്യങ്ങളുമായിട്ട് അത് അടങ്ങുന്നതും പിന്നെ വെജിറ്റബിൾസുമാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്. അപ്പം അതിൻ്റേതായ കുറച്ച് സജഷൻസ് ഞങ്ങൾ കൊടുത്തു. അതാണ് നേരത്തെ ഇപ്പം സാർ കണ്ടിരുന്നത് അതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് കൊടുത്തു. അത് പ്രകാരമാണ് നമ്മൾ വിക്രിയേഷൻ ചെയ്തത്. അതുകൂടാതെ അക്വാപോണിക്സ് ചെയ്തു, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തു. ഇവിടെയുള്ള എല്ലാ ഗാർഡനിലും കാര്യങ്ങളും ഫുള്ള് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ. അപ്പം പിന്നെ കസ്റ്റമറിന് സമയമില്ല, സോണി സാറിന് സമയമില്ലാത്തത് കൊണ്ട്, തിരക്കുള്ള വ്യക്തി ആയതുകൊണ്ടും ഞങ്ങളിത് ഫുൾ ഓട്ടോമിഷനിലേക്കാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതും അതിനകത്ത് കൃത്യമായി വളവും കാര്യങ്ങളും എല്ലാം കൃത്യസമയത്ത് തന്നെ ചെല്ലുന്ന രീതികളിലും എല്ലാം സാറിന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതികളിലുമാണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഓണർ വിദേശത്താണെന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ ചിന്തിക്കും ഇവിടെ ജോലിക്കാരെങ്കിലും നിർത്തിയിട്ട് ചെയ്യിപ്പിക്കുന്നത്. അതൊന്നുമല്ല.
കൃത്യമായിട്ട് വെള്ളമായാലും വളമായാലും കൊടുക്കുന്നത് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടാണ് അല്ലേ? ശരിയല്ലേ? വിദേശത്ത് ഇരുന്ന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോഴേക്കും അവിടെ ഇതെല്ലാം വേണം. പക്ഷെ അവർ തിരിച്ച് വിദേശത്തേക്ക് പോകുമ്പോഴേക്കും ഇതെല്ലാം അല്ലേ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നൊരു പേടി ഉണ്ടാവും. കൃത്യമായിട്ട് നമ്മളത് കൺസൾട്ടിങ് കൊടുക്കും. ഏതിന് എന്തെങ്കിലും പെസ്റ്റ്, ഡിസീസ് അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ത് വന്നാലും നമ്മുടെ ആപ്പ് മുഖേന അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടൻ്റ് എന്താണെന്ന് പറഞ്ഞു തരും. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇത് നമ്മൾ ചെയ്തിട്ട് പോവുക മാത്രമല്ല, അല്ലെങ്കിൽ ഒരു നോർമലി ഒരു കൺസൾട്ട് ചെയ്തിട്ട് എന്താണ് എന്ന് ചെയ്തിട്ട് ചുമ്മാ പറഞ്ഞിട്ട് പോവുക മാത്രമല്ല ചെയ്യുന്നത്. അതിനെ പിന്നെ അത് ചെയ്തോ, അത് കൃത്യമായിട്ട് അത് വർക്കൗട്ട് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം കൃത്യമായി നമ്മളത് പറഞ്ഞു കൊടുക്കും. പുതിയ നല്ലൊരു എന്ന് പറഞ്ഞാൽ ഒട്ടും അറിയാത്തവരെ പോലും നമ്മൾ ഒരു 1-2 ടൈം കൊണ്ട് നമ്മളുടെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ അവരെയും കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യിച്ച് അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ അവർക്ക് കോൺടാക്ട് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളതും അതിന് എന്ത് സൊല്യൂഷനാണ് നൽകേണ്ടത് എന്നുള്ളതും കസ്റ്റമറിന് കൃത്യമായിട്ടത് മനസ്സിലാവും. ആ രീതിയിലാണ് നമ്മൾ പിന്തുടർന്ന് കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഈ പറഞ്ഞ സർവീസുകളൊക്കെ ഇപ്പോൾ ഏത് കസ്റ്റമർ വിളിച്ചാലും അവരുടെ വീട്ടിലൊക്കെ പോയിട്ട് ഇതെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കില്ലേ? ഈ സർവീസുകളൊക്കെ നിലവിൽ കേരളത്തിൽ മാത്രമാണോ ഉള്ളത്? ഞങ്ങളിപ്പോൾ നിലവിൽ ഓൾ ഓവർ കേരള എല്ലായിടവും സർവീസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളത് ദുബായിലാണ്. ദുബായിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ സർവീസുകളും അതിൽ കൂടുതൽ ലാൻഡ്സ്കേപ്പിംഗ് അടക്കം ഞങ്ങൾ ദുബായിലും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒത്തിരി സർവീസുകൾ ഈ ഒരു വീട്ടിൽ ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓണറുടെ ഫീഡ്ബാക്ക് അറിയാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? തീർച്ചയായിട്ടും പോകാം. ഓക്കെ, എൻ്റെ പേര് സോണി തോമസ്. ഇതെൻ്റെ വൈഫ് റൊസാന ക്രിസ്റ്റി. ഇതെൻ്റെ മൂത്ത മോള് എസ്തർ തങ്കം. ഇതെൻ്റെ ഇളയാള് റാഹിൽ ആൻജി. ഞങ്ങൾ വൈറ്റിലയിലാണ് താമസം. വൈറ്റിലയിൽ കടവന്തരയ്ക്ക് പോകുന്ന എസ് എ റോഡിൽ ആണ് ഞങ്ങളുടെ വീടുള്ളത്. എനിക്ക് കൊച്ചിലെ മുതൽ കൃഷിയോട് ഭയങ്കര താല്പര്യമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. പിന്നെ നമുക്ക് പഠിക്കാനും ഒക്കെ പുറത്ത് പോയപ്പോൾ ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റിയില്ല. അന്ന് മുതലേ മനസ്സിലുള്ളൊരു ആഗ്രഹമാണ് നമ്മൾ എവിടെയെങ്കിലും സെറ്റിൽ ആകുമ്പോൾ ചെറുതായിട്ടൊരു കൃഷി വേണമെന്നുള്ള രീതിയിൽ. അപ്പം പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ പുറത്ത് ഞാൻ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാനൊരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇതാണ്, വീട് പണിയുമ്പോൾ ടെറസിൽ ഒരു ടെറസ് ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞാനൊരു 3-4 പേരെ അപ്രോച്ച് ചെയ്തു. എനിക്ക് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കിട്ടിയതും നല്ല അഭിപ്രായം കിട്ടിയത് ഒർഗായൂരാണ്. ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ ഇമീഡിയറ്റ്ലി അവർക്ക് റെസ്പോണ്ട് ചെയ്തിട്ട് അവരിവിടെ വരികയും അവർ റെപ്രസെൻറ്റേറ്റീവ് ഇവിടെ വന്നിട്ട് നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാമെന്നുള്ളതാണ് ആദ്യം എന്നെ എഡ്യൂക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതനുസരിച്ചിട്ട് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യവും പറഞ്ഞപ്പോൾ അവരെനിക്ക് കുറച്ച് സജസ്റ്റ് ചെയ്തു. അതിൽ മെയിനാണ് ഈ വിക്കറിഗേഷൻ. അപ്പോൾ ഇതിനകത്തോട്ട് ആദ്യമായിട്ട് കയറിയപ്പോൾ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ ടൈമായിരുന്നു, ടൈമും സ്ഥലവും. ഞങ്ങളിത് 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഗാർഡൻ ചെടികളോട് ഒത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ചെടികൾ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പച്ചക്കറിക്ക് അധികം സ്ഥലമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മുകളിൽ നമുക്കിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് അവരെന്നോട് പറഞ്ഞത്. അപ്പോൾ മുകളിലെ കൺസ്ട്രെയിൻ വന്നപ്പോൾ എനിക്ക് സോളാർ നേരത്തെ താന്നായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം ആദ്യം അത് ഞാൻ പൊക്കി, ഈ ഒരു ഹൈറ്റിലാക്കി, ഒരു 7 അടി 6-7 അടി പൊക്കി. അതിൻ്റെ അടിയിൽ ഞാൻ ഫുള്ള് വിക്കറിഗേഷൻ ചെയ്തു. പിന്നെ എൻ്റെ ചെടികൾക്കെല്ലാം ഞാൻ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു അക്വാപോണിക്സ് സെറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്, നമുക്കിതിനകത്ത് ആക്റ്റീവായിട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പൊടിക്ക് വളങ്ങളിടാം. എന്നാൽ നമുക്ക് അധികം സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ഓട്ടോമേറ്റഡ് ആണിത്. അപ്പോൾ അതായത് ഇതിനകത്ത് വെള്ളം ഒഴിക്കണതിൽ 2 ആഴ്ച ഇരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വിക്ക് ഇറിഗേഷനിൽ ഡ്രിപ്പ് ആണെങ്കിൽ നമ്മൾ അറിയേണ്ട ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫെർട്ടിഗേഷൻ എന്നും പറഞ്ഞിട്ടൊരു സംഭവം കൂടി, അത് ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്. നമുക്ക് വളവും കൂടി ഈ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ തന്നെ പൈപ്പിൽ കൂടി നമുക്ക് കയറ്റി വിടാം. അതായത് നമുക്ക് ഓരോ ചെടിയുടെ അടുത്ത് പോയി വളം ഇടുന്നതിന് പകരമായിട്ട് ഈ ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടി നമുക്ക് വളം സപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഒരു ഇന്നോവേറ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അപ്പം ഈ ഒരു കോൺസെപ്റ്റിൽ ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നത്, ഈ ചീരയൊക്കെ നല്ല നല്ല ഗജാഗടീയന്മാരെ പോലെ നിൽപ്പുണ്ട്. ഞങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കും, എൻ്റെ ബ്രദേഴ്സിന് കൊടുക്കും.
ഇപ്പം ഞങ്ങൾ പോവാണ്, ഇത് മുറിച്ചുകൊണ്ട് പോകാനാണ്. നിങ്ങൾ ഇത് കഴിയുന്ന ഉടനെ ഞങ്ങൾ ഇത് മുറിച്ചിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുപോവാണ്. ഞാൻ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു കൃഷി പാരമ്പര്യമുള്ള കുടുംബത്തിലൊന്നും അല്ല ഞാൻ ജനിച്ചത്, പക്ഷേ താല്പര്യം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ചെടികൾക്ക് എന്തെങ്കിലും ഒരു രോഗമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ഒന്നും അറിയില്ല, ബേസിക് ABCD അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇവരെനിക്ക് ഭയങ്കരമായിട്ട് പ്രൊഫഷണലായിട്ടുള്ള ഒരു അപ്രോച്ച് ഇവരെനിക്ക് തരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ ചെടികൾക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉടനെ അവർക്ക് വാട്സപ്പിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തയക്കും. അവർ ഇൻസ്റ്റൻ്റായിട്ട് അവരെനിക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്ത് വളമാണ് ഇടേണ്ടത്, അല്ലെങ്കിൽ എന്ത് പെസ്റ്റിസൈഡാണ് അടിക്കേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചാൽ മതി, നെക്സ്റ്റ് ടൈം നമുക്ക് ഇത് വരുമ്പോൾ നമുക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതല്ല പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വളർച്ച കുറവാണെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വളം ഇടണമെന്നുള്ളത് അവർ ആ ഒരു സജഷൻ നമുക്ക് നമ്മളുള്ള കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഒന്ന് വന്ന് നിന്നിട്ട് ഒരു 2 ചീരയൊക്കെ പറിച്ചിട്ട് രാത്രിയിൽ പോയിട്ട് കറിയൊക്കെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സുഖം അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്താലേ അറിയുള്ളൂ. അത് ഞാനിപ്പോൾ അത് വളരെയധികം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ ഓർഗായറിൻ്റെ ആപ്പിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ക്രോപ്പ് ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. സോ ഈ ക്രോപ്പ് ടൈം ടേബിളിൽ എപ്പോൾ വളമിടണം, പിന്നെ അതിനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സോ അത് ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ആ ഒരു ടൈമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല, ഇടാൻ മിസ്സാവത്തില്ല. അവർ വിളിച്ച് നമ്മളെ റിമൈൻഡും ചെയ്യിപ്പിക്കും. സോ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വളരെ ഒരു ബേസിക് സ്റ്റുഡൻ്റ് ആണ് കൃഷിയിൽ. പക്ഷെ നിങ്ങൾ ഈ ചെടികളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് ഒരു പുഴുക്കടിയോ ഒന്നുമില്ല. ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവരോട് ചോദിച്ചു, ആദ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവരതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്യും. ഞങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഒരു പുഴുക്കടിയോ ഒന്നുമില്ല. അതായത് ഞാനിത് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നോളജ് കൃഷിയെക്കുറിച്ച് ഇല്ലാത്തവർക്ക് പോലും ഇതിനകത്ത് നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് ഈ വിക്രിഗേഷനും. ഈ ഓർഗായൂറിൻ്റെ ഹെൽപ്പ് അത് വളരെയധികം നന്നായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. I really love it because it has lots of plants. We welcome you to our garden. ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് വിക്രിയേഷൻ സിസ്റ്റമാണ്. ഈ ടെറസിൻ്റെ മുകളിൽ ഞങ്ങളൊരു 100ഓളം പോട്ട് ചെയ്തിട്ടുണ്ട്. വിക്രിയേഷൻ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പോട്ടി 2 വെറൈറ്റി എന്നുള്ള ഇതിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിന് ഏറ്റവും ബെനിഫിറ്റായിട്ട് നമുക്ക് കസ്റ്റമർ തിരക്കാണ് കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇതിനകത്ത് വീക്കിലി വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കാപ്പിലറി ആക്ഷൻ വഴി തിരി ഉപയോഗിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. നമുക്ക് തിരി ഉപയോഗിച്ചാണ് ഇത് മുകളിലോട്ട് വെള്ളം കയറുന്നത്. പോട്ടി മിക്സ്, മണ്ണ് യൂസ് ചെയ്യുന്നില്ല, നമ്മൾ പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഒരു 2 ബാച്ചായിട്ടാണ് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 50 പോട്ട് 50 പോട്ട്. അതായത് ആദ്യത്തെ ഒരു 50 പോട്ടിൽ ഞങ്ങൾ പ്രൈമറി സെക്കൻഡറിയും വെച്ചിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ 50 പോട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡറി പ്ലാന്റ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ആദ്യത്തെ 50 പോട്ടിൽ ഈൽഡ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു 1-1.5 മാസം കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് 50 പോട്ടിലും കൂടി നമുക്ക് പുതിയ പ്ലാൻ നമ്മൾ പ്രൈമറി പ്ലാന്റ്സ് നമ്മൾ ചെയ്യും. അതായത് 2 ബാച്ച് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യത്തേൻ്റെ ഒരു 50 പോട്ട് ഈൽഡ് കഴിയുമ്പോൾ അടുത്ത 50 പോട്ടിന് വീണ്ടും ഈൽഡ് ആവുന്ന എന്നുള്ള രീതിയിലാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് നോർമലി നമ്മൾ ഓരോ പോട്ടിൻ്റെ താഴെ നമുക്ക് വാട്ടർ സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. അത് നമുക്ക് ഓരോ പോട്ടിന് 8 ലിറ്ററോളം സ്റ്റോറേജ് ഓരോ പോട്ടിൻ്റെ താഴെ വരുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ആളില്ല എങ്കിൽ പോലും ഇതിന് നമുക്ക് നോക്കാൻ വേണ്ടി എളുപ്പമാണ്. കാരണം വീക്കിലി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. കാപ്പിലറി ആക്ഷൻ മുഖേനയാണ് വെള്ളം മുകളിലോട്ട് വരുന്നത്. അപ്പോൾ ടെറസിന് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. മണ്ണ് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് വളരെ വെയിറ്റ് കുറവാണ്. കാരണം സിമ്പിളായിട്ട് നമുക്ക് കണ്ട സിമ്പിളായിട്ട് ഇങ്ങനെ പിടിച്ചെടുത്തുകൊണ്ട് വയ്ക്കാം. എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് തന്നെ ഈ സിസ്റ്റം എങ്ങനെ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഇതിവിടെ വിക്രിയേഷൻ സിസ്റ്റമാണ്. ഇത് വാട്ടർ സ്റ്റോറേജ് ആണ്. ഇതിനകത്താണ് നമുക്ക് 8 ലിറ്ററോളം വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഓരോ പോട്ടിൻ്റെ താഴെയും സ്റ്റോറേജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇതിൽ നിന്ന് വെള്ളം മുകളിലോട്ട് കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാപ്പിലറി ഈ തിരി ഉപയോഗിച്ചാണ്, ഈ വിക്കിൻ്റെ തിരി ഉപയോഗിച്ചാണ് ഈ പോട്ട് മിക്സിലേക്ക് വെള്ളം കയറുന്നത്. അതായത് പോട്ട് മിക്സ് ഡ്രൈ ആവുന്നതിനനുസരിച്ച് മുകളിലോട്ട് കാപ്പിലറി ആക്ഷൻ വഴി വെള്ളം മുകളിലോട്ട് കയറുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെള്ളം സേവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ടെറസിൽ വെക്കുന്നുണ്ട് നമുക്ക് ഓവർ ലീക്കേജോ കാര്യങ്ങളോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. പ്ലാന്റ്സിന് ആവശ്യാനുസരണം വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. വെള്ളം അത് ഷോർട്ട് വരത്തില്ല. നമുക്ക് കുറച്ച് വെള്ളം മതി.
നമുക്ക് ഈ പ്ലാന്റുകൾ ഫുള്ള് ചെയ്യാൻ വേണ്ടി. ഇവിടെ നമ്മൾ പ്ലാന്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പോട്ടിൽ തന്നെ 2 വെറൈറ്റി, അതായത് പ്രൈമറിയും സെക്കൻഡറി എന്നുള്ള രീതിയിലാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിപ്പം കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതിനകത്ത് പ്രൈമറി പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ തക്കാളി, വെണ്ട, മുളക്, വഴുതന അങ്ങനെ കൊടുക്കും. സെക്കൻഡറി ആയിട്ട് നമ്മൾ ലീഫി പ്ലാന്റ്സുകളാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതായത് ചീര, പാലക്ക്, കുറ്റിച്ചീര, പൊന്നാങ്കണ്ണി ചീര അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ക്ലൈംബേഴ്സായിട്ടും വളർത്തുന്നുണ്ട്. അതും കസ്റ്റമർ എന്തൊക്കെയാണ് ആവശ്യമെന്നനുസരിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ഇതിനകത്ത് തന്നെ നമ്മൾ പോട്ടിനകത്ത് നമ്മൾ സൈഡിൽ നെറ്റ് കൊടുത്തതിന് ശേഷം വെർട്ടിക്കലായിട്ട് തന്നെ നമ്മൾ പ്ലാന്റ്സുകളും ഇവിടെ ബാക്കിയുള്ള കുക്കുംബർ, അതേപോലെ കോവൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആവറേജ് ഒരുവിധം എല്ലാ പച്ചക്കറിയും ഈ ടെറസിൻ്റെ മുകളിൽ നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സ്ഥലപരിമിതികൾക്കനുസരിച്ച് മാക്സിമം എല്ലാം അത് ഇപ്പോഴത്തെ പുതിയ വെറൈറ്റികൾ ഏതൊക്കെയാണ്, ഹൈബ്രിഡ് പ്ലാന്റ്സുകളാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ബേസ് ചെയ്തെല്ലാം ഞങ്ങളിവിടെ ഒരുവിധം എല്ലാം കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. വിക്രിയേഷനെ പറ്റിയുള്ള ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. അതേപോലെ നിങ്ങൾക്ക് വീട്ടിലെ ടെറസ്, ബാൽക്കണി, ഒരു ഒഴിഞ്ഞ സ്ഥലം, അതായത് മീഡിയം എങ്ങനെ കിടക്കുന്നതായാലും ഞങ്ങളെ ബന്ധപ്പെടാം. ഈ വിക്രിയേഷൻ അത് ഞങ്ങൾക്ക് മിനിമം ഏറ്റവും ചെറിയ 10 പോട്ട്സ് തൊട്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 10 പോട്ട്സ് തൊട്ട് 100 150 എത്ര ആയാലും അതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ടെറസിൽ നമ്മൾ സോളാർ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ കുറച്ചും ചെറിയൊരു ബാൽക്കണിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് വേണ്ടി ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പാക്കേജിലായിട്ട് തന്നെ നമുക്കത് സെറ്റ് ചെയ്യാം. അത് ഫുള്ളായിട്ടുള്ള പാക്കേജ് ആയിരിക്കും. അതായത് നമുക്ക് 10 പോട്ട്സ് ആകുമ്പോൾ അതിനകത്ത് വളവും ജൈവ കീടനാശിനികളും മൈക്രോ ന്യൂട്രിയൻസും കംപ്ലീറ്റ് ആയിട്ട് പ്ലാന്റ്സും എല്ലാം അടങ്ങി കംപ്ലീറ്റ് ആയിട്ടൊരു പാക്കേജായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നമ്മളെ അത് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞങ്ങൾ ഈ വിക്ക് ചെയ്തിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ബാക്കിയുള്ളവരനുസരിച്ച് ഞങ്ങൾ ചുമ്മാ ഒരു വിക്ക് ഇത്ര പോട്ടുകൾ അവിടെ ചെയ്ത് ഞങ്ങൾ സെല്ല് ചെയ്തിട്ട് പോവുകയല്ല ചെയ്യുന്നത്. ഈ വിക്ക് എന്താണ്, പ്ലാന്റ്സ് എന്താണ്, അതേപോലെ പെസ്റ്റ് ഡിസീസുകൾ എന്താണെന്നുള്ളതെല്ലാം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ഒരു ക്രോപ്പ് ടൈം ടേബിളിനെ ബേസ് ചെയ്തായിരിക്കും ഇത് കംപ്ലീറ്റ് പോകുന്നത്. അതായത് ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ്. ഒരു 3.5 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഈൽഡ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അനദർ പ്രൊസീജിയർ റീപ്ലാന്റിങ് കാര്യങ്ങൾ എല്ലാം നമ്മൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. ഇനി ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് നമുക്കത് കൃത്യമായി ചെയ്തു കൊടുക്കുകയും ഈ രീതികളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇതിൻ്റെ കൃത്യമായി ഞങ്ങൾക്കൊരു ആപ്പുണ്ട്, പ്ലേ സ്റ്റോറിൽ ഓർഗായർ എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ ആപ്പുണ്ട്. ആപ്പ് മുഖേന ഞങ്ങൾക്ക് ഇതിനകത്ത് ഓർഡർ ചെയ്യാനും ഇതിൻ്റെ കംപ്ലയിൻറ്റ്സ്, അതേപോലെ ഓൺലൈൻ കൺസൾട്ടിങ് ഫ്രീ ആണ്. ഓഫ്ലൈൻ കൺസൾട്ടിങ് സൈറ്റ് വന്ന് വിസിറ്റ് ചെയ്ത് കാണണമെങ്കിൽ അങ്ങനെയും വരും. അത് പെയ്ഡ് ആയിരിക്കും. അത് നമ്മുടെ ആപ്പിൽ തന്നെ അത് അറിയാൻ പറ്റും. ഡീറ്റെയിലുകൾ പ്ലേ സ്റ്റോറിൽ തന്നെയുണ്ട്. അപ്പം ഡീറ്റെയിലുകൾ അറിയാം. ഏത് പ്ലാന്റ്സ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഒഴിഞ്ഞൊരു ലാൻഡ് കിടപ്പുണ്ട്, ഫ്രൂട്ട് പ്ലാന്റേഷൻ വേണം. അത് ഇത് കൂടാതെ തന്നെ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, ബയോഫ്ലോക്ക്, ഡ്രിപ്പ് ഇറിഗേഷൻ, ഫുൾ ഓട്ടോമിഷൻ, പോളി ഹൗസ്, അങ്ങനെ എന്ത് തന്നെ ആയാലും, അതേപോലെ ഗ്രോ ടവർ, എന്ത് തന്നെ ആയാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഏത് ഡൗട്ടിനും കാര്യങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി, കാരണം കൃത്യമായ ഒരു കൺസൾട്ടിങ് നമുക്ക് തരാൻ പറ്റും. പിന്നെ പ്ലാനിനെ കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങൾ എന്ത് വന്നാലും നമുക്ക് പറയാം, നമുക്ക് ചെയ്തു തരാൻ പറ്റും. അതിനി കേരളത്തിൽ എവിടെ ആയാലും ഞങ്ങളുടെ ടീം വന്ന് ചെയ്തു തരും. അതിന് കൃത്യമായി ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് നമ്മളെടുത്ത് പറയുക. അതിനനുസരിച്ച് നമ്മൾ ഓൺലൈൻ കൺസൾട്ടിങ് നമ്മൾ തരുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ഏറ്റവും ചെറിയ പാക്കേജോ വലിയ രീതിയിലോ അതല്ല കൊമേഴ്സ്യലി ചെയ്യണമെങ്കിൽ അങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ കൺട്രോൾ പാനലാണ്. ഡ്രിപ്പ് ഇറിഗേഷനും ബാക്കി ഫെർട്ടിഗേഷൻ്റെയൊക്കെ കൺട്രോൾ പാനലാണിത്. ഇത് കസ്റ്റമർ ഇപ്പം വീട്ടിൽ ആളില്ല എങ്കിൽ പോലും, ഇപ്പം കസ്റ്റമർ നമ്മുടെ വിദേശത്താണുള്ളത്, കസ്റ്റമർ എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പം അവിടെ കസ്റ്റമറിന് വിദേശത്ത് പോലും ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിലെ ഫുൾ യൂണിറ്റ് നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ബാക്കിയുള്ളതിൻ്റെ കൺട്രോൾ പാനലായിട്ട് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഗാർഡന് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ ഫുൾ ഓട്ടോമേഷനിലാണ്. അതുപോലെ വെഞ്ചർ ഉപയോഗിച്ച് നമ്മൾ വളവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഫുള്ള് ടൈമറിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫുൾ ഓട്ടോമേഷൻ എന്ന രീതിയിൽ അതിൻ്റെ യൂണിറ്റുകളാണ് ഈ കാണുന്നത് ഫുള്ള്. നിങ്ങൾ ഈ ഒരു സിസ്റ്റം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഇത് ഗ്രോ ടവറാണ്. നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ്. അത് കുറച്ച് സ്പേസ് ഉള്ളിടത്ത് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലീഫി പ്ലാന്റ്സുകൾ കുറഞ്ഞാണ്ട് ഇതൊരു ടവർ രൂപത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ നമ്മുടെ ഹൈഡ്രോപോണിക്സിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഈ സിസ്റ്റം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് അധികമാരും ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഈ സിസ്റ്റം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം കുറച്ച് സ്പേസിൽ ഏറ്റവും മാക്സിമം അതായത് പ്ലാന്റ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ ആവശ്യപ്രകാരം ഞങ്ങൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദാണ്ടെ മിൻറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കുറ്റിച്ചീര, പൊന്നാങ്കണ്ണി ചീര, പാഴ്സൽ ചെയ്തിട്ടുണ്ട്, കേല് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലാറ്റിലെ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്കിത് ആവശ്യം. അതായത് കുറച്ച് സ്പേസ് വീടിൻ്റെ അകത്ത് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ ഗ്രോ ലൈറ്റാണ് ഇതിന് വേണ്ട. ആർട്ടിഫിഷ്യൽ നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടാണ്, ഗ്രോ ലൈറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം പുറത്ത് വെക്കേണ്ട കാര്യമില്ല. കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകിച്ച് മണ്ണോ കാര്യങ്ങളല്ല, വാട്ടർ ഉപയോഗിച്ച് തന്നെയാണ്. അതിനകത്ത് അതിൻ്റെ ന്യൂട്രിയൻറ്റും കാര്യങ്ങളും എല്ലാം ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കും. മറ്റുള്ളതിനെയും കാട്ടി ഫാസ്റ്റായിട്ടുള്ള ഗ്രോയാണ്. ഇത് ലീഫിയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം വീടിൻ്റെ അകത്ത് നമുക്കൊരു മിൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പുതിന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്ത് ലീഫി പ്ലാന്റ്സ് ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും. പുതിനയാണ് ഇത് നമ്മൾ വെള്ളത്തിൽ കൂടെയാണ്
നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്താണ് ന്യൂട്രിയൻറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ താഴെ കൂടുതലായിട്ട് ചെയ്തേക്കുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. 3-4 ഫ്രൂട്ട് പ്ലാന്റ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൽ ഒന്നാണ് മിറാക്കിൾ ഫ്രൂട്ട്. പിന്നെ ഈ 2-3 പ്ലാന്റ് ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഫ്രൂട്ടായിട്ട്. ബാക്കിയെല്ലാം ഫ്ലവറിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദുബൈയിലോട്ട് പോകുമ്പം ഫാമിലിയും വരുമ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് വളമിടാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഈ ഓർഗായൂർ വന്നതിന് ശേഷം അവർ ഫുള്ള് ഡ്രിപ്പാക്കി. നമ്മൾ ഫുള്ള് ഇതിൻ്റെ മുകളിൽ ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഞങ്ങൾ ബോഗൻവില്ലയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഡ്രിപ്പാക്കി. അപ്പോൾ ഡ്രിപ്പാക്കിയപ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് മാറി നിന്നാലും ഒരു 2 ദിവസം മാറി നിന്ന് കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചൊരു കൺസേണേ ഇല്ല. അതുപോലെ തന്നെ വളമാണെങ്കിലും ഫെർട്ടിഗേഷൻ വഴി നമ്മൾ വളവും പോകുന്നുണ്ട്. എല്ലാം ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് വളരെ കംഫർട്ടബിളാണ്. ഒന്നും നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇതിനകത്ത്. അപ്പോൾ ഇത് ഒരു ഫ്ലവറൊക്കെ ഉണങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും പിന്നെ അത് കാശിൻ്റെയും നമ്മുടെ ലോസ് അല്ലേ. അപ്പം ഈ ഒരു ഇത് നമ്മൾ ഇനിഷ്യലി ഒന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബെനിഫിറ്റാണ്, വളരെ ബെനിഫിഷ്യലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഗാർഡനുള്ള എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുത്തേക്കുന്നതിനകത്ത് നമ്മൾ ഈ മുളയിലും നമ്മളാണ്ട് ഇവിടുത്തെ ചെറിയ ചെറിയ പ്ലാന്റ്സുകളിലും എല്ലാം നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഗാർഡന് വേണ്ടി ഇവിടുത്തെ ഗ്രാസിനും ബാക്കി ഇവിടെ ഉള്ളതിനും വേണ്ടി ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ്ലറാണ്. നമ്മളൊരു 2 മീറ്റർ റേഡിയസിലുള്ള സ്പ്രിംഗ്ലറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.